ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. തൊണ്ടിമുതൽ കേസിൽ MLA-യും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിന് തിരിച്ചടി. കേസിൽ ആന്റണി രാജു കുറ്റക്കാരൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിനെ ഒരു സ്വർണ്ണ തൂവൽ കൂടി. മുൻമന്ത്രി ആയതുകൊണ്ട് നന്നായി MLA കസേരയെ തെറിക്കൂ, അല്ലെങ്കിൽ മന്ത്രിയും കൂടി താഴെ പോയേനെ. ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. വെറും അടിവസ്ത്രം കട്ട കേസല്ല കേട്ടോ ഇത്. മയക്കുമരുന്ന് പ്രതിയെ രക്ഷിച്ച കേസാണ്. മയക്കുമരുന്ന് പ്രതിയുടെ അടിവസ്ത്രം എടുത്ത് ചെറുതാക്കി തിരിച്ചു വെച്ചു. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധിക്കില്ല. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. MLA സ്ഥാനം നഷ്ടപ്പെട്ടേക്കും. ഒപ്പം തന്നെ തടവ് ശിക്ഷ ആന്റണി രാജുവിന് ലഭിച്ചിരിക്കുന്നു. കോടതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. MLA സ്ഥാനം നഷ്ടമായേക്കുമെന്നുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മുഷിഞ്ഞ അടിവസ്ത്രം വരെ എടുത്ത് കാശുണ്ടാക്കുന്ന ടീം, എന്നിട്ടാണ് കടക്ക് പുറത്തു പോലും. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ, സെയിം കളറാ, ആരും അറിയില്ല. നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിച്ച ഒരു വ്യക്തിയെ മന്ത്രിസഭയിൽ ഇരുത്തി ഭരണം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു നമസ്കാരം ഇരിക്കട്ടെ. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. ഈ അടിവസ്ത്രം കട്ട നിരപരാധിയെ ലോകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പിണറായി സർക്കാരിന് MLA-യോ മന്ത്രിയോ എന്നൊന്നും ഇല്ല. സ്വർണം മുതൽ അടിവസ്ത്രം വരെ വീക്ക്നെസ് ആണ്. കൊലപാതക കേസാണെങ്കിൽ പോലും പറയാം, ഇത് ആകപ്പാടെ ഒരു നാറ്റ കേസ്. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആൻഡ്രൂ സാൽവദോർ എന്ന ഒരു ഓസ്ട്രേലിയൻ പൗരന്റെ അടിവസ്ത്രത്തിൽ നിന്ന് 61 ഗ്രാം ഹാഷിഷ് പിടികൂടുന്നത്. അഭിഭാഷകയായ സെലിൻ വിൽഫ്രഡ് ആണ് അന്ന് പ്രതിക്ക് വേണ്ടി കേസ് വാദിക്കാനായി എത്തിയത്. ഈ സെലിന്റെ ജൂനിയർ ആയിരുന്നു നമ്മുടെ ആന്റണി രാജുവിനെ. അഭിഭാഷകനാണ്, പക്ഷെ ഇന്ന് കേസ് തോറ്റു. 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കരനാരായണൻ അന്ന് വിധിയും പറഞ്ഞു. എന്നാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീല് പോയി. കുഞ്ഞിരാമ മേനോനായിരുന്നു അന്ന് പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുത്തത്. കേസിൽ ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു. പ്രതിയെ വെറുതെ വിടാൻ പ്രധാന കാരണമായി കോടതി എന്ന് ചൂണ്ടിക്കാട്ടിയത് കേസിലെ പ്രധാന തുണ്ടിമുതലുണ്ടല്ലോ, അടിവസ്ത്രം. അന്ന് പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമാണ്. അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ സാധിക്കില്ലെന്ന് നേരിട്ട് കോടതി ഉറപ്പാക്കി. 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു. തൊട്ടു പിന്നാലെ ആൻഡ്രൂ രാജ്യം വിടുകയും ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് പറന്നു. പിന്നെ അവിടെ ഒരു കൊലക്കേസിൽ പുള്ളി അങ്ങ് പിടിയിലായി, തടവിലുമായി. അന്ന് തടവിലാകുന്ന സമയത്ത് സഹതടവുകാരനോട് തൻ്റെ വീരസാഹസിക കഥകളെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഈ പുള്ളിയെക്കുറിച്ചും പറയണമല്ലോ, നമ്മുടെ ആന്റണി രാജുവിനെ. പുള്ളിയാണല്ലോ ഇതിലെ പ്രധാന റോൾ വഹിച്ച വ്യക്തി. അങ്ങനെ ഇന്റർപോളാണ് CBIക്ക് വിവരം നൽകിയത്. ഇതോടുകൂടി നമ്മുടെ ആന്റണി രാജു പെട്ട്. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. ആന്റണി രാജു അടിവസ്ത്രത്തിൽ നിൽക്കുന്ന ചിത്രത്തിനൊപ്പം സെൻട്രൽ ജയിലിലേക്ക് സ്വാഗതം എന്ന് എഴുതിയ ഫ്ലെക്സ് ആണ് ഇപ്പോൾ ട്രെൻഡ്. പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലെ സംഗതി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ സ്വീകരണ കമ്മിറ്റി റെഡിയാണ്. ഇനി അണ്ണൻ അങ്ങ് ചെന്നാ മതി.